ഇംഗ്ലീഷ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇന്റലിജന്റ്. കണ്ടോ ക്വസ്റ്റ്യൻ? കണ്ടു. വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇന്റലിജന്റ്. അതിന്റെ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താ? കുട്ടികളിൽ ഒരാള് ഇന്റലിജന്റ് ആണ്. യെസ്, ഓക്കെ. കുട്ടികളിൽ ഒരാൾ ഇന്റലിജന്റ് ആണ്. അത് ക്യാൻ ആണോ, ഈസ് ആണോ, ആറാണോ, ഹാവ് ആണോ? എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ആൻസർ എന്താ? ഈസ് ആണ്. വൺ ഓഫ് ദ ചിൽഡ്രൻ ഈസ് ഇന്റലിജന്റ്. ഈസ് സാധാരണ എവിടെ ഉപയോഗിക്കുന്നേ? ഈസ് സിംഗുലർ നൗണിന്റെ കൂടെ, സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ? ആണോ? കുട്ടികൾ, കുട്ടികൾ. ചിൽഡ്രന്റെ അർത്ഥം എന്താ? കുട്ടികൾ. കുട്ടികൾ സിംഗുലർ ആണോ? അല്ല. അല്ല. പിന്നെ എന്താ ഈസ് വന്നേ? കുട്ടികളിൽ ഒരാളല്ലേ പറയുന്നത്. കറക്റ്റ്. വൺ ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളിൽ ഒരാൾ. ആ ഒരാൾ സിംഗുലർ ആണ്, അല്ലേ? അല്ലേ? അതെ. കുട്ടികളിൽ ഒരാളെന്ന് പറഞ്ഞ സിംഗുലർ ആണ്. അതുകൊണ്ട് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസ് വരും. മനസ്സിലായോ? യെസ്. യെസ്. പല സ്ഥല കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പോയാ അതിനകത്ത് പ്രശ്നമുണ്ടല്ലേ, ചരിഞ്ഞാൽ പോകും. നോക്കൂ. യൂസ് ഓഫ് വെറൈറ്റീസ് വിത്ത് വെദർ ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ ഓർ സിംഗുലർ ആൻഡ് ഓൾസോ. സബ്ജക്റ്റ് എന്നുള്ളത് പ്ലൂറൽ ആകുമ്പോഴും സിംഗുലർ ആകുമ്പോഴുമാണ് ഈസും ആമും ആറും വരുന്നത്. ആം ഈസ് യൂസ്ഡ് വിത്ത് ഫസ്റ്റ് പേഴ്സൺ. ആം എവിടാ ഉപയോഗിക്കുന്നേ? ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ആരാ? ഐ. ഫസ്റ്റ് പേഴ്സൺ ഐ. ഐ വന്നാൽ എന്ത് ഉപയോഗിക്കും? ആം ഉപയോഗിക്കും. അത് എഴുതി വെച്ചോണം. യെസ്. ഒരാൾ വന്നല്ലോ. ആര്യ വന്നു. ആര്യ, ബീന എന്തിയേ? സാർ, ബീനക്ക് ക്ലാസ് ഉണ്ട് വൈകുന്നേരം. എന്തിന്റെ ക്ലാസ്സാ മോളെ? അവള് മീഡിയ അക്കാഡമിയില് ഇപ്പോ PG ഡിപ്ലോമ ചെയ്യുന്നുണ്ട്, 1 year കോഴ്സ്. അപ്പോ അതിന്റെ ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്കും നിങ്ങൾ ഗൈഡിന്റെ പൈസ ഇട്ടായിരുന്നോ? ഗൈഡിന്റെ പൈസ ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു കോട്ടയം കളക്ടറേറ്റിന്റെ അടുത്തൊരു ഇവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ സാറ്റർഡേയോ സൺഡേയോ അല്ല ഫ്രൈഡേയോ സാറ്റർഡേയോ അത് വരുമെന്ന് പറഞ്ഞു. പക്ഷെ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ സാർ, ഞാനിപ്പോ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് DCAയുടെ ചെയ്യുന്നുണ്ട്, പിന്നെ PG ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇഗ്നോയില്. അപ്പൊ ഇതിന്റെ ക്ലാസ് നോക്കൂ. അപ്പോൾ വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇന്റലിജന്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതണേ. വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇന്റലിജന്റ്. കുട്ടികളിൽ ഒരാൾ ഇൻ്റലിജൻ്റാണ്. അപ്പോൾ കുട്ടികളിൽ ഒരാളെന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. അതുകൊണ്ട് എന്ത് വരും? ഓപ്ഷനിൽ തന്നേക്കുന്ന ക്യാന്, ഈസ്, ആറ്, ഹാവാണ്. അതുകൊണ്ട് ഈസാണ് വരുന്നത്. സിംഗുലർ നൗൺ ആയതുകൊണ്ട് ഈസ് വരും. അപ്പോൾ ഈസും ആനും
ആമിൻ്റെയും യൂസാണ് നമ്മളിനി പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കൂ, ആൻ, am, ആം. ആം ഈസ് യൂസ്ഡ് വിത്ത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ ഐ വന്നാൽ എന്ത് വരും? ആം വരും. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഒന്ന് കേട്ട് പഠിച്ചാൽ പോരാ, എഴുതി പഠിക്കണം. ഇല്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പം പണി കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ LLBക്ക് ആണ് പഠിക്കാൻ പോകുന്നത്. LLBക്കാർക്ക് ഡ്രാഫ്റ്റിങ്ങിന് വേറെ ആളെ വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡ്രാഫ്റ്റിങ്ങിന് വേറെ ആളെ വെക്കുവാണെങ്കിൽ നമ്മളെക്കാളും ഫീസാവും മേടി. മനസ്സിലായോ? അതുകൊണ്ട് ഗ്രാമർ നമുക്കറിഞ്ഞില്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഗ്രാമർ അറിയാമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പിടിച്ചിട്ട് അലക്കും. അടുത്ത ഈസ് യൂസ്ഡ് വിത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ. ഈസ് എവിടെ ഉപയോഗിക്കും? തേർഡ് പേഴ്സൺ സിംഗുലർ. ഹി. തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഹി, അവൻ. ഷീ, അവൾ. പിന്നെ വ്യക്തിയുടെ പേര് രാമു, മനീഷ. അങ്ങനെ ഓരോ പേരിനോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്. അതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ. അതിനോടൊപ്പമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈസ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞത്? വൺ ഓഫ് ദ ചിൽഡ്രൻ അല്ലേ? വൺ ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അത് ഹീ ആവാം, ഷീ ആവാം. അതിനോടൊപ്പം ഈസ് ഉപയോഗിച്ചു. മനസ്സിലായല്ലോ? യെസ്. അടുത്തത് ആർ ഈസ് യൂസ്ഡ്. ആർ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കും വിത്ത് തേർഡ് പേഴ്സൺ പ്ലൂറൽ. തേർഡ് പേഴ്സൺ പ്ലൂറൽ വന്നാൽ ദേ. അത് ഹീയേയും ദേ എന്ന് പറയും, ഷീയേയും ദേ എന്ന് പറയും. ഇന്ത്യൻസ്, ജഡ്ജസ്. അതുപോലെ തേർഡ് പേഴ്സൺ സിംഗുലറായി വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? തേർഡ് പേഴ്സൺ സിംഗുലർ ആണോ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണോ? സോറി. സരിക പറഞ്ഞത് ശരിയാണ്. തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ അടുത്ത് ഈസും തേർഡ് പേഴ്സൺ പ്ലൂറലിൻ്റെ അടുത്ത് ആറും. കേട്ടോ, എൻ്റെ നാക്ക് കുഴഞ്ഞു പോയത്. പൊടി കിട്ടിയല്ലോ. ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട്. ഓക്കെ. ചിരിക്കാൻ പറഞ്ഞല്ല മോളെ. ഈ നമ്മളിങ്ങനെ ബടായി അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധമൊക്കെ പറ്റും. അബദ്ധം മനസ്സിലാക്കിയോണ്ട് ഉണ്ടാണ്ടിരുന്നു. ഞങ്ങളത് കറക്റ്റാക്കി എഴുതിയുള്ളൂ. ശരി. ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് തരാം. ഇത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ഐ ഡാഷ് ഹംഗ്രി. ഐ ഡാഷ് ഹംഗ്രി എഴുതിയോ? ആൻസർ ഇപ്പോൾ എഴുതണ്ട. ഹി ഡാഷ് ആൻ ആസ്ട്രോനോട്ട്. ASTRONAUT ആസ്ട്രോനോട്ട്. Question number 3. We dash happy. എഴുതിയോ? She dash sad. She dash sad. It dash cold. They dash in the VC. They dash in the VC, video conference. VC. Okay. You dash very tall. ഒന്ന് എഴുതിയിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ആൻസർ ഒന്ന് അയച്ചേക്കെ കേട്ടോ, കാണട്ടെ.
നീ മിണ്ടായിരുന്നേ. ഇത് വർക്ക് ഷീറ്റ് എടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതിയല്ലോ. അത് ഇട്ടില്ലല്ലോ. നോക്കൂ, ദി ബാഗേജ് ഡാഷ് റിയലി ഹെവി. ദി ബാഗേജ് ഡാഷ് റിയലി ഹെവി. അവിടെ എന്ത് ചേർക്കും? ആറ് ചേർക്കുമോ, ഈസി ചേർക്കുമോ, ഹാവ് ചേർക്കും? ഹാവ് ചേർക്കും അതോ ഹാവ് ബീൻ ചേർക്കും? ബാഗേജ് ഈസ് റിയലി ഹെവി. ദി ബാഗേജ് ഈസ് റിയലി ഹെവി അല്ലേ? ഈസി ചേർക്കും. ഈസി ചേർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രണ്ട് കാരണം അതിനകത്തുള്ളത്. എന്താ? ബാഗേജ് ഒന്നിൽ കൂടുതലുണ്ടോ രണ്ടിൽ കൂടുതലുണ്ടോ എന്നുള്ള കാരണം. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റാണ് അതല്ലേ? ഹീ ഷീ ഇറ്റ് അല്ലേ? യെസ്, നൗൺ ആണ്. നൗൺ ആണ്. ഹീ സി ഇറ്റ്. ദ ബാഗേജ് ഈസ് റിയലി ഹെവി. യെസ്. അടുത്തത് മൂന്നാമത്തെ നോക്കൂ. ദി 1000 rupees. 10,000 rupees ഡാഷ് എ ലാർജ് സം. 10,000 രൂപ ഒരു വലിയ എമൗണ്ട് ആണ് അല്ലേ? അവിടെ എന്ത് ചേർക്കും എന്നാണ് ചോദ്യം. എന്ത് ചേർക്കും? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ആ, ഈസി ചേർക്കും. ഓക്കെ ഓക്കെ. 2 kilos of potato dash nothing to carry. അവിടെ എന്ത് ചേർക്കും? 2 kilos of potatoes is nothing to carry. വളരെ സിമ്പിളാണ് കൊണ്ടുപോകാൻ. അവിടെ നമ്മൾ പഠിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്താ? മക്കളെ, തേർഡ് പേഴ്സൺ സിംഗുലർ. തേർഡ് പേഴ്സൺ സിംഗിളിനോടൊപ്പം ചേർക്കും. പിന്നെ ഹീ ഷീ ഇറ്റ് ആൻഡ് നെയിംസ്. പിന്നെന്തോ പറഞ്ഞു? ഈസി ഈസ് യൂസ്ഡ് വിത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ. തേർഡ് പേഴ്സൺ സിംഗുലർ എവിടെ വന്നാലും എന്ത് ചേർക്കും? ഈസി ചേർക്കും. ഓക്കെ. അടുത്ത അഞ്ചാമത് നോക്കൂ. മെനി എ മാൻ ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. കൂടുതലും മനുഷ്യർ ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ ടെംപ്റ്റഡ് ആവും, വളരെ അട്രാക്റ്റീവ് ആവും അല്ലേ? ടെംപ്റ്റഡ് വിത്ത് ഗോൾഡ്. അത് ഈസി ചേർക്കുമോ ആൻ ചേർക്കുമോ എന്നാ ചോദിച്ചേക്കുന്നത്. ആനല്ല, ആറ് ചേർക്കുമോ, ഡിഡ് ചേർക്കുമോ, ഹാവ് ചേർക്കുമോ? ഏത്? അല്ലേ? യെസ്. മെനി എ മാൻ ഈസ് ടെംപ്റ്റഡ് വിത്ത് ഗോൾഡ്. അവിടെ നോക്കൂ. ദി ബോയ് എലോങ് വിത്ത് ദ ടോർട്ടോയ്സ്. സോറി, ടൂറിസ്റ്റ് അല്ലേ ഇത്? ടൂറിസ്റ്റ് അല്ലേ ഇത്? അതെ. ടൂറിസ്റ്റ്
ഡാഷ് ഗുഡ്. ബോയ്, ദ ബോയ്. ദ ബോയ് എന്ന് പറയുന്നത് എപ്പോഴാ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കേട്ടോ. ബോയ്, ദ ബോയ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ബോയ് എന്ന് പറഞ്ഞാൽ ഏതാ? ബോയ് ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ? ബോയ് ആൺകുട്ടി. ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ അയ്യല്ലേ വരും. തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആണത് കേട്ടോ. ദി ബോയ് along with the tourists dash gone. എന്ത് വരും? ഡു, ഹാസ്, ഹാവ്, ഡസ്. ഹാർഡ് വരും അല്ലേ? ഹാർഡ് വരുമോ? ഹാർഡല്ല, ഹാസ് വരുമോ? ഹാർഡില്ല, ഹാസാണ്. ഹാർഡില്ല, ഹാസ് ആണ് വരുന്നേ. ഇനി നമുക്ക് യൂസ് ഓഫ് ഹാസ് ഒന്ന് നോക്കാം കേട്ടോ. ഹാവ് എവിടെ ഉപയോഗിക്കും, ഹാസ് എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. ഓക്കെ, ഹാവ്, ഹാർഡ്, ഹാസ്, ഇത് മൂന്നും നോക്കാം. എന്താ ഭാവേ? In the present perfect tense, the auxiliary verb is always have. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഓക്സിലറി വെർബായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് ഹാവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഐയോടൊപ്പം ഹാവ് വരും. യുവിനോടൊപ്പം ഹാവ് വരും. വിയോടൊപ്പം ഹാവ് വരും. ദേ, ഐ, യു, വി, ദേ, ഈ നാലെണ്ണത്തിനോടൊപ്പം എന്തോ വരും? ഹാവ് വരും. അല്ലെങ്കിൽ എന്തുപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും. ഹാസ് ഏതിനോടൊക്കെ വരും? ഹി, ഷീ, ഇറ്റിനോടൊപ്പം ഹാസ് വരും. ഓക്കെ. In the past perfect tense, the auxiliary verb is always hard. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ടെൻസ് എങ്കിൽ ഓക്സിലറി വെർബ് എപ്പോഴും ഹാർഡ് ആയിരിക്കും. വി യൂസ് ഹാവ്, ഹാഡ്, ഹാവും ഹാർഡും ഇൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെൻ ദ മെയിൻ വെർബ് ഈസ് ഓൾസോ ഹാവ്. ഏതാണെങ്കിൽ വി യൂസ് ഹാവ് ആൻഡ് ഹാഡ് ഇൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെൻ ദ മെയിൻ വെർബ് ഈസ് ഓൾസോ ഹാവ്. അങ്ങനെ മെയിൻ വെർബ് അപ്പോഴും എന്തായിരിക്കും? ഹാവ് ആയിരിക്കും. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. അതുപോലെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം അതിനകത്ത്. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സർ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ മക്കളെ? പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അതിൻ്റെ പെർഫെക്റ്റ് ഫോം ഇപ്പൊ നടക്കുന്നു. അതെ, പെർഫെക്റ്റ് ഫോമിന് ഒരു ടെൻസിന് എത്ര ഫോമുണ്ട്? സാധാരണ ടെൻസ് എത്ര എണ്ണം ഉണ്ട്? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അതിൽ ഓരോ ടെൻസിനും എത്ര സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് ടെൻസ് മൂന്നല്ല 4 എണ്ണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് ടെൻസ് നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഇപ്പം ഇതങ്ങ് കവർ ചെയ്യാം, അതായിരിക്കും ബുദ്ധി കേട്ടോ. ഇപ്പം ഇത് കവർ ചെയ്താൽ അപ്പം അതിൻ്റെ യൂസേജ് പറഞ്ഞുതരാം മക്കളെ. തിയറി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ഇത് നോക്കണം.
പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ, വി, ദേ, ഹീ, ഷീ, ഇറ്റ്, പ്രോപ്പർ നെയിം, ടൈറ്റിൽ ഇത്രയും സാധനത്തിനോടൊപ്പം എന്താ വരുന്നത്? ഹാഡ് വരും. മനസ്സിലായോ? മനസ്സിലായി. രണ്ടാമത് പ്രസന്റ് ടെൻസിനോടാണ് ആണെങ്കിൽ ഐ, യു, വി, ദേ ഇതിനോടൊപ്പം ഹാവ് വരും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഐ, യു, വി, ദേ ഈ 4 എണ്ണത്തിനോടൊപ്പം എന്ത് വരും? സബ്ജക്റ്റിനോടൊപ്പം ഹാവ് ആണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഹീ, ഷീ, ഇറ്റ്, പ്രോപ്പർ നെയിം ആൻഡ് ടൈറ്റിൽ അത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഹാസ് ഉപയോഗിക്കും. ഏതൊക്കെ? ഹീ, ഷീ, ഇറ്റ്, പ്രോപ്പർ നെയിം, ടൈറ്റിൽ ആണെങ്കിൽ ഇതിനോടൊപ്പം ഹാസ് ഉപയോഗിക്കും. അപ്പോൾ നോക്കൂ, ദി ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് ഗോൺ. അവിടെ എന്താ വന്നേക്കുന്നേ? ഹാസാ വന്നേ. ദ ബോയ് അല്ലേ, ആൺകുട്ടി. എലോങ് വിത്ത് ദി ടൂറിസ്റ്റ് ആ ടൂറിസ്റ്റിനോടൊപ്പം ഹാസ് ഗോൺ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഹാസ് ഉപയോഗിക്കണമെങ്കിൽ ഷീ ഏതാ? പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചത്. ഹീ വന്നാലും ഷീ വന്നാലും. ഒരു മിനിറ്റ് മക്കളെ. പറഞ്ഞോ. ശരി, നമ്മളെന്താ പറഞ്ഞേ? ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് ഗോൺ അല്ലേ? പ്രസന്റ് ടെൻസിലാണ് ആ സെന്റൻസ് ഉള്ളത്. ഒരു ഡൗട്ട്, പോയി എന്നാണോ പറയുന്നേ? പോയി എന്ന് പറയുന്നത് ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. ഗോണ് വെന്റ് ഉപയോഗിച്ചിട്ടില്ല. വെന്റൊന്ന് ഉപയോഗിച്ചോ? അല്ല, പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഗോണ് വെന്റ് 3 എണ്ണം എഴുതി നോക്കിയേ. ഫ്യൂച്ചറാണെങ്കിൽ വിൽക്കോന്ന് വന്നാണ്, പ്രസന്റ് ആണെങ്കിൽ ശരിയാണ്. അപ്പൊ ഗോണാണല്ലോ സെക്കൻഡ്. ഗോൺ എന്ന് പറയുന്ന വാക്ക് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെന്റ് എന്ന് പറയുന്ന വാക്ക് എന്ന് ഉപയോഗിക്കും? പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. യെസ്. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പരീക്ഷയ്ക്ക്, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ ഗ്രാമർ പോർഷന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് എസ്സേയും പഠിച്ച് ഒരു പ്രോസും പഠിച്ച് ഒരു പോയട്രിയും പഠിച്ച് കുറച്ച് മാർക്ക് മേടിച്ച് തൽക്കാലം തടിയപ്പാൻ നോക്കും അല്ലേ? അതാണ് പ്രശ്നം. ഇപ്പോൾ LLBക്കൊക്കെ പോകുമ്പോൾ അത് നടക്കുകയല്ല. ചില ഗ്രാമർ കണ്ടുപിടിച്ച് വാദിക്കുന്ന വക്കീലന്മാരുണ്ട് എതിർഭാഗത്തു നിന്നുണ്ട് കേട്ടോ. ശരി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് ഗോൺ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിലാണ്. ഹീ വന്നാലും ഷീ വന്നാലും ഇറ്റ് വന്നാലും എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും. ഹാസ് ഉപയോഗിക്കും. ഇനി ഹാവ് ഉപയോഗിക്കുന്നത് എവിടേക്കാണ്? പ്രസന്റ് ടെൻസിൽ ഐ വന്നാലും യു വന്നാലും വി വന്നാലും ദേ വന്നാലും എന്ത് ഉപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. ഓക്കെ. ഹാഡ് എവിടെയൊക്കെ ഉപയോഗിക്കും? പാസ്റ്റ് ടെൻസിൽ ഐ, വി, ദേ, ഹി, ഇറ്റ്, ഷീ, ഇറ്റ്, പിന്നെ പ്രോപ്പർ നെയിം വന്നാൽ, ടൈറ്റിൽ വന്നാൽ ഹാഡ് ഉപയോഗിക്കും. ഓക്കെ. മിക്കവാറും ടെൻസ് നമുക്ക് ഒന്നും നോക്കേണ്ടി വരും അല്ലേ? അതെ. ശരി. ഈ പേജ് അങ്ങ് കഴിയട്ടെ, നമുക്ക് ടെൻസ് കാര്യമായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇനി? The board dash decided to select the best. ബോർഡ് തീരുമാനിച്ചു എന്തുവാ? സെലക്ട് ദ ബെസ്റ്റ്.
ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ഏതാ ഉപയോഗിക്കുക? ഹാസ്. ഏ ഹാസ്. ഹാസ്. ദി ബോർഡ് ഡിസൈഡഡ് ടു സെലക്ട് ദ ബെസ്റ്റ്. തീരുമാനിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങോട്ട് കയറിപ്പോകും? നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകും, ഇല്ലേ? അല്ലേ? ആ ജസ്റ്റ് ഡിസൈഡഡ് ആയെങ്കിലോ പ്രസന്റ് ടെൻസ് അല്ലേ? അതെ. ഓക്കെ, ഡിസൈഡഡ്. അപ്പോൾ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു സെലക്ട് ദ ബെസ്റ്റ്. ഓക്കെ, ഓക്കെ സർ. ഇത് നാളെ ടെൻസ് എടുക്കേണ്ടി വരും, എങ്കിലേ ഇതിലേക്ക് നമ്മൾ കയറുള്ളൂ, അല്ലേ? നോക്കൂ, ബ്രെഡ് ആൻഡ് ദ ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡും ബട്ടറും ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ്. എന്താ ഉപയോഗിക്കുന്നത്? ആർ ഉപയോഗിക്കുമോ, വേറെ ഉപയോഗിക്കുമോ, ഈസ് ഉപയോഗിക്കുമോ? ബ്രെഡും ബട്ടറും ഉണ്ടായത് കൊണ്ട് നമ്മൾ വിചാരിക്കും എന്ത് ഉപയോഗിക്കുമെന്ന്. എന്തുപയോഗിക്കുമെന്ന് വിചാരിക്കും? ആർ ഉപയോഗിക്കും, അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കും നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? ഈസിന്റെ യൂസിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രത്യേകത എന്താ? തേർഡ് പേഴ്സൺ സിംഗുലർ. പിന്നെ കേട്ടില്ല? അതല്ല നമ്മൾ തിയറി പറഞ്ഞ അവിടെ ഒന്ന് നോക്ക്. അല്ലാതൊരു തിയറി പറഞ്ഞ മോളെ. സിംഗുലർ നൗൺ ആണോ? യെസ്, സിംഗുലർ നൗൺ വന്നാൽ എന്തുപയോഗിക്കും? ഈസ് ഉപയോഗിക്കും. ബ്രെഡും ബട്ടറും എന്നൊരുമിച്ച് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് കേട്ടോ. മംസ്. അടുത്ത നോക്കൂ, മംസ് ഡാഷ് എ കണ്ടേജിയസ് ഡിസീസ്. മംസ് എന്ന് പറയുന്നത് ഒരു കണ്ടേജിയസ് ഡിസീസാണ്. കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? പകരുന്നത്, പെട്ടെന്ന് പകരുന്നു, അല്ലേ? യെസ് അല്ലേ? ആ, എന്തുപയോഗിക്കും? ഈസ് എ കണ്ടേജിയസ് ഡിസീസ്. വാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയിരുന്നു, ഇപ്പൊ അല്ലെന്നാ, അല്ലേ? ആറെന്ന് പറഞ്ഞാൽ മംസ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായോ? ഹാസ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഹീ, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ പ്രോപ്പർ നെയിം, ടൈറ്റിലൊക്കെ വരണം. പിടികിട്ടിയോ? ശരി, അടുത്ത നോക്കിയേ. ദി ന്യൂസ് ഡാഷ് നോട്ട് എ ഗുഡ് പാർട്ട്. ദി ന്യൂസ്, ആ വാർത്ത, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഒരു പ്രത്യേക വാർത്ത. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എ ആൻഡ് ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതിലെ ദി എന്ന് പറഞ്ഞ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ എവിടെ ഉപയോഗിക്കുന്നറിയാം, ആൻ എവിടെ ഉപയോഗിക്കുന്നറിയാം. ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദി ന്യൂസ് ഡാഷ് നോട്ട് എ പാർസ്. ഏത് വരും? ആറ് വരുമോ, ഈസ് വരുമോ? ഈസ് വരും, അല്ലേ? ഈസ് വരും. എന്തെങ്കിലും മനസ്സിലായോ? യെസ്. അപ്പോൾ അഖിലമോളൊന്ന് വായിച്ചേ കേൾക്കട്ടെ.
1. ഉം. One of the children is intelligent. 2. The package is really heavy. 3. 10,000 rupees is a large sum. 4. 2 kilos of potatoes is nothing to carry. 5. Many a man is tempted by God. 6. The boy, along with the tourist, has gone. 7. The board has decided to select the best. 8. Bread and butter is good for breakfast. 9. Mumps is a contagious disease. 10. The news is not good to pass. യെസ് അഞ്ജുഷ് നമ്മൾ വായിച്ചേ. English One. Concord. 1. One of the children is intelligent. 2. The baggage is really heavy. 3. 10,000 rupees is a large sum. 4. 2 kilos of potatoes is nothing to carry. 5. Many a man is tempted by gold. 6. The boy along with the tourist has gone. 7. The board has decided to select the best. 8. Bread and butter is good for breakfast. 9. Mumps is a contagious disease. 10. The news is not good to pass. സരിക English 1. One of the children is intelligent. 2. The baggage is really heavy. 3. 10,000 rupees is a large sum. 4. 2 kilos of potatoes is nothing to carry. 5. Many a man is tempted by gold. 6. The boy along with the tourist has gone. 7. The board decided to select the best. The board has decided to select the best. 8. Bread and butter is good for breakfast. 9. Mumps is a contagious disease. 10. The news is not good to pass. ആര്യ വായിക്കാമോ? ആര്യ പോയോ? അല്ല സാറേ, ഞാനത് പലതും പല ഇതായിട്ട് എഴുതിയേക്കുന്നേ. പലയിടത്തോട്ടാണ് എഴുതിയേക്കുന്നേ. ആ, വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി നീറ്റായിട്ട് എഴുതണം ആ. കേട്ടോ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. ഇപ്പോൾ 11ാമത്തെ നോക്കൂ. ചിൽഡ്രൻ സിംഗുലറോ പ്ലൂറലോ? ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ സിംഗിളാണോ പ്ലൂറലാണോ? Plural. ആണ്. ഡാഷ് അഫ്രൈഡ് ഓഫ്. Singular. അഫ്രൈഡ് ഓഫ് ഡാർക്ക്. കുട്ടികൾക്ക് ഇരുട്ടിനെ പേടിയാണ് അല്ലേ? വേറ് വരുമോ? 6 വരുമോ? ആമ് വരുമോ? ഈസ് വരുമോ? 6 വരും. മേല് കീഴ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിൽഡ്രൻ ആർ. വേറെന്ന് പറഞ്ഞാൽ എന്താ? ആയിരുന്നു, ഇപ്പം അല്ല. ആമ് വരുമോ? ആമ് വരുമോ? ഇല്ല. ഐ അല്ലാത്തോണ്ട് ആമ് വരാനേ പോകുന്നില്ല. ഓക്കെ ശരി. അപ്പോൾ അങ്ങനെയും കൂടെ സെലക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെ വരുമോ ഇല്ലയോ നോക്കണം. ഓക്കെ. ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് ഡാർക്ക്. കുട്ടികൾക്ക് ഇരുട്ട് ഭയമാണ്. അടുത്ത 12. ഹൗ ഡാഷ്. ഹൗ ഡാഷ്. ഓക്കെ. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പണി കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. എൻ്റെ ആൻസർ എന്താ? കൊടുത്തിരിക്കുന്നത് 12. How happened the accident? How the accident happened? How did the accident happen? How did the accident happen? അല്ലേ? എക്സ്ക്ലമേഷൻ അല്ലേ അവിടെ കൊടുത്തേക്കുന്നേ? എക്സ്ക്ലമേഷന്റെ പ്രിൻസിപ്പിൾ എന്താ മക്കളെ? ടൈപ്പ് ഓഫ് സെന്റൻസിൽ പറയുന്നതാ. എക്സ്ക്ലമേഷന്റെ പ്രിൻസിപ്പിൾ എന്താ? സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്.
സിമ്പിൾ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഹൗ ഡിഡ് ദി ആക്സിഡന്റ് ഹാപ്പൻ കേട്ടോ. ഓക്കെ, അത് പഠിച്ചോണം. അത് കുഴയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ണ് തള്ളി പോകുമ്പോൾ പിടി വിട്ടു പോകും. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. ടൈപ്പ് ഓഫ് സെന്റൻസിലാണ് പഠിക്കുന്നത് കേട്ടോ. അത് അവിടെ സൈഡിൽ ഇടിച്ചോ, ടൈപ്പ് ഓഫ് സെന്റൻസ് നമുക്ക് അത് പറഞ്ഞുതരാം കേട്ടോ. കേട്ടോ, ടൈപ്പ് ഓഫ് സെന്റൻസ് എഴുതി വെച്ചോ. അടുത്ത്, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫൗണ്ട് നിയർ ദ സീൻസ് ഓഫ് ദ മർഡർ യെസ്റ്റർഡേ. അതിനർത്ഥം എന്താ? എ പെയർ ഓഫ് ഷൂസ്, ഒരു പെയർ ഷൂസ് കിട്ടി. എവിടുന്നാ കിട്ടി എന്നല്ല, കണ്ടു. നിയർ ദ സീൻസ് ഓഫ് മർഡർ, കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് നിന്ന്. നിയർ ദ സീൻസ് ഓഫ് മർഡർ, കൊലപാതകം നടന്ന സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന്. ഇന്നലെ കൊലപാതകം നടന്ന സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പെയർ ഷൂസ് കിട്ടി. യെസ്, ഇന്നലെയാണ് കൊലപാതകം നടന്നത് അല്ലേ? കൊലപാതകം നടന്നത് ഇന്നലെയാണ്. ഇപ്പോൾ ഷൂസ് കിട്ടിയത് ഇന്നാണ്. ആണോ? യെസ്, എന്ത് പ്രയോഗിക്കും അവിടെ? വാസ്. എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട് നിയർ ദ സീൻസ് ഓഫ് മർഡർ യെസ്റ്റർഡേ. വാസ് എന്ന് ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ? പാസ്റ്റ് ടെൻസിലെ വാസ് ഉപയോഗിക്കും കേട്ടോ. അത് യെസ്റ്റർഡേ എന്ന് കിടക്കുന്നത് കൊണ്ട് പാസ്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വാസ് വേറെ എവിടെ ഉപയോഗിക്കുന്നേ? ഈസ്, ആറ്, വാസ്, വേർ അല്ലേ? അത് നമുക്ക് ഒത്തിരി ഒന്ന് നോക്കാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അത് കുഴയും. ഈസ്, ആറ്, വാസ്, വേർ. ഈ വേറാണോ? WER വേർ. നോക്കൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. വെരി വെരി സിമ്പിളായിട്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ലല്ലോ. ആദ്യത്തെ എടുക്കുക. എഴുതിക്കോ, ആം, ഈ, സാറു, വാസു, വേർ എന്നെഴുതിക്കോ. യെസ്, തിയറി വന്നില്ലല്ലോ. നോക്കൂ, വാസ്, വേർ, ആമി, സാറ്. യെസ്, അടുത്തത് ബിഫോർ ടൈമിലാണ് ഷീയുടെ കൂടെ എന്ത് ഉപയോഗിക്കും? വാസ് ഉപയോഗിക്കും. ഷീ വാസ്. പ്രസന്റിലാണെങ്കിൽ നൗവിൽ എന്തുപയോഗിക്കും? ഷീ ഈസ്. അതുപോലെ ഐ, ഷീ, ഹി, ദേ, വി, ഇറ്റ്, യു
ഇത്രയും വസ്തുതകൾ വന്നാൽ ബിഫോറിൽ എന്തുപയോഗിക്കും? ഐയുടെ കൂടെ വാസ് ഉപയോഗിക്കും, ഷീയുടെ കൂടെ വാസ് ഉപയോഗിക്കും, ഹീയുടെ കൂടെ വാസ് ഉപയോഗിക്കും, ഇറ്റിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കും. പക്ഷേ ദേയുടെ കൂടെയും യുവിൻ്റെ കൂടെയും വേറുപയോഗിക്കും. മനസ്സിലായോ പറഞ്ഞേ? ദേന്റെ കൂടെയും ദേയിൻ്റെ കൂടെയും യുവിൻ്റെ കൂടെയും വേറുപയോഗിക്കും. ദേയുടെ കൂടെയും യുവിൻ്റെ കൂടെയും വിയുടെ കൂടെയും വേറുപയോഗിക്കും. ദേ വി യുവിൻ്റെ കൂടെ വേറുപയോഗിക്കും. ഐ ഷീ ഹി ഇറ്റ് എന്നിൻ്റെ കൂടെ ബിഫോറിനെയാണ് കാണിക്കുന്നതെങ്കിൽ എന്തുപയോഗിക്കും? വാസ് ഉപയോഗിക്കും. മനസ്സിലായോ? അടുത്തത് ഐ ഷീ ഹി ഇറ്റ് നൗ പ്രസന്റ് ടെൻസ് കാണിക്കുകയാണെങ്കിൽ ഈസ് ഉപയോഗിക്കും. ദേ വെയർ ദേ വി യുവിൻ്റെ കൂടി പ്രസന്റ് ടെൻസ് കാണിക്കുമ്പോൾ എന്തുപയോഗിക്കും? ആർ ഉപയോഗിക്കും. നൗ പ്രസന്റ് കാണിക്കുമ്പോൾ എന്തുപയോഗിക്കും? ആർ ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പോ ഷൂസ് ചായ മതി. A pair of shoes was found near the scene of murder yesterday. അല്ലേ? near the scene of murder yesterday. അടുത്ത നാലാമത് നോക്കൂ. ദി ചീഫ് മിനിസ്റ്റർ. ദി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ദി ഉപയോഗിച്ചത് എപ്പോഴും പഠിച്ചുകൊണ്ട് പോവുക. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. നമ്മളിപ്പോൾ ആർട്ടിക്കിൾ പഠിക്കുന്നില്ല എങ്കിലും അത് ശ്രദ്ധിക്കുക. ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആസ് വെൽ ആസ് 2 other മിനിസ്റ്റേഴ്സ്. അദ്ദേഹത്തിനോടൊപ്പം 2 മന്ത്രിമാരും ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ. ഇന്ന് ആ പ്ലേസ് സന്ദർശിക്കും. മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും ഒരു സ്ഥലം സന്ദർശിക്കും. അല്ലേ? അതെ. യെസ്, ഇന്നൊരു സ്ഥലം സന്ദർശിക്കും. വിസിറ്റിംഗ്. വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്, സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ അത്? അതെ. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ അവിടെ എന്ത് ഉപയോഗിക്കും? പ്രസന്റിലാണ് നമ്മൾ പറഞ്ഞത് എന്ത് ഉപയോഗിക്കും എന്ന് നോക്കൂ. നൗണ് പ്ലൂറലാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഏത് ഉപയോഗിക്കും? ഏത് ഉപയോഗിക്കും? ഈസ് ഉപയോഗിക്കും. അല്ലേ? അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടില്ലേ പണി കിട്ടും. വിസിറ്റിംഗ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ദി മിനിസ്റ്റർ, ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് 2 other ministers ഈസ് വിസിറ്റിംഗ്. ഈസ് വിസിറ്റിംഗ് അവിടെ കൃത്യമായിട്ട് അടിവരയിട്ട് പഠിക്കണം. വിസിറ്റിംഗ് ദ പ്ലേസ്. ആറ് വരാത്ത എന്താണ് അവിടെ? അപ്പോ അവിടെ 6 വരാത്തത് എന്താ സർ? 6 പ്ലൂറൽ ആയതുകൊണ്ട് 6 വരാം എന്നാണ് പറയുന്നത്. അല്ലേ? മിനിസ്റ്റേഴ്സ് അല്ലേ? മിനിസ്റ്റേഴ്സ് ആണെങ്കിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ ഉപയോഗിച്ചേക്കുന്നേ? മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതർ മിനിസ്റ്റേഴ്സ് പ്രസന്റ് പെർഫെക്റ്റിലല്ലേ ഉപയോഗിച്ചേക്കുന്നേ? പ്രസന്റ് ടെൻസിലല്ലേ ഉപയോഗിച്ചേക്കുന്നേ? അപ്പൊ അവിടെ മിനിസ്റ്റർ എന്ന് വന്നാലും ഈസിന്റെ തിയറി ഒന്ന് എടുത്ത് നോക്ക്. പ്രസന്റ് ടെൻസിൽ എന്ത് ഉപയോഗിക്കുന്ന പറഞ്ഞേക്കുന്നേ? ഈസ് പറഞ്ഞില്ലേ? തിയറി എടുത്ത് നോക്ക്. പ്രസന്റ് ടെൻസിൽ ഏതാ ഉപയോഗിക്കുന്നേ?
അത് എഴുതി വെച്ചില്ല അല്ലേ? തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് എഴുതിയിട്ടുണ്ട്. ഹി ആ ഷീ നെയിം ഇറ്റ് എഴുതിയിട്ടുണ്ട്. ആ സിംഗുലർ നൗൺ എന്ന് എഴുതിയിട്ടുണ്ട്. ആ പക്ഷെ ഇവിടെ പ്ലൂറൽ നൗൺ അല്ലേ? അതാ ഞാൻ പറഞ്ഞേ. യെസ് യെസ് യെസ്. യൂസ് ഓഫ് ഈസ്. നൗൺ അവിടെ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഇതൊന്ന് വായിച്ചേ, ഈസിൻ്റെ തിയറി എന്ന് വായിച്ചേ. Is used as a third person singular, used along with he, she, name, it, ഉം, and singular noun. ഉം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് പ്ലൂറൽ നൗൺ അല്ലേ? മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞല്ലേ? മിനിസ്റ്റേഴ്സ് എന്നും പറഞ്ഞു. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ ദ ചീഫ് മിനിസ്റ്റർ ഈസ് വിസിറ്റിംഗ് എന്ന് തന്നെയാണെങ്കിൽ ഓക്കെ ആണ്. ആ പക്ഷെ ഇപ്പൊ 6 വന്നപ്പോ ഒരു ഡൗട്ട്. ഓപ്ഷനിൽ 6 അങ്ങനെ ഉണ്ടല്ലോ. ഡൗട്ട് വേണ്ട. കണ്ടിന്യൂസ് വരുമ്പോൾ ഈസ് വരും. അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ടെൻസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ശരി ശരി. ഓക്കെ. അത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചുള്ളത്. കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് ടെൻസിലാണ് കണ്ടിന്യൂസ് ആണ് ഈസ് ഉപയോഗിക്കും. ഓക്കെ. നമുക്ക് നാളെ കുറച്ച് നേരം ടെൻസ് പഠിച്ചിട്ട് മുമ്പോട്ട് പോവാം. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ബേസിക് ടെൻസ് ഒരു വിഷയമാണ്. ചിലത് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ തോന്നും. നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോകും. ക്വസ്റ്റ്യൻ തിരിഞ്ഞു വരും. നമ്മൾ പെടും അല്ലേ? ഇത് പൊറ്റടി കണ്ട ഞാൻ 6 എഴുതുള്ളൂ. ഓക്കെ. നെയ്തർ ദ സോൾജിയേഴ്സോ നോർ ദെയർ കമാൻഡർ, അവരുടെ കമാൻഡറോ ഡാഷ് ടു ബി ബ്ലെയിംഡ്, ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അല്ലേ? നെയ്തർ വന്നാൽ നൂറായിരുന്നു ബ്ലാങ്ക് എങ്കിൽ നമുക്കറിയാമായിരുന്നു നെയ്തർ നോറിൽ ചേർക്കാം. നെയ്തർ നോറ്. എയ്തർ ആയിരുന്നെങ്കിൽ ഓറാണ് ചേർക്കേണ്ടതെന്ന് അറിയാം. ഇതിൽ ഏതാണ്? ഈസാണോ? ഇതിൽ ഈസാണ്. കമാൻഡറിനെ പറഞ്ഞിട്ടുള്ളൂ. കമാൻഡർ. നെയ്തർ ദ സോൾജിയേഴ്സ്, പട്ടാളക്കാരെയോ നെയ്തർ ദ സോൾജിയേഴ്സ് പട്ടാളക്കാരെയോ നോർ ദ കമാൻഡറെയോ ഡാഷ് ടു ബി ബ്ലെയിംഡ്, ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലേ? പ്രസന്റ് ഫ്യൂച്ചർ ടെൻസ് ആണോ ഇത്? ഈസ് ടു ബി ബ്ലെയിംഡ്. പ്രസന്റ് ഫ്യൂച്ചർ ടെൻസ് ആണോ ഇത്? പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനൊരു പരിപാടിയാണ്. മൊത്തം കയ്യിൽ പോയി സർ. അങ്ങനെ ടെൻസ് പ്രസന്റ് ഫ്യൂച്ചർ എന്നൊന്നും ഞാൻ ഇതുവരെ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്റെ കയ്യിൽ പോയതായിരിക്കും. പ്രസന്റ് പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് വരുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറയാൻ പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആണ്. ടെൻസിലല്ല പാർട്ടിസിപ്പിൾ ഫോം വരുന്നത്. താൻ എന്നെ കൂടെ കൺഫ്യൂസ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി. നെയ്തർ ദ സോൾജിയേഴ്സ് നോർ ദെയർ കമാൻഡർ ഈസ് ടു ബി ബ്ലെയിംഡ്. ഓക്കെ. ഒന്നും മനസ്സിലായില്ലെങ്കിൽ വേറെ ഒരു ടെൻസിലോട്ടും അതൊരുലോട്ടും ഒന്നും പോണ്ട. ഈസ് ടു ബി ബ്ലെയിംഡ് എന്ന് പഠിച്ചു വെക്കും കേട്ടോ. തിയറിയൊക്കെ ഞാൻ ടെൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു. ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ്, മൂൺ ചന്ദ്രൻ, ആസ് വെൽ ആസ് ദ സ്റ്റാർസ് നക്ഷത്രങ്ങൾ, ഡാഷ് ഗീവ് ലൈറ്റ് അറ്റ് നൈറ്റ്, ഡസ് ഗീവ് ലൈറ്റ് അറ്റ് നൈറ്റ്. അതിലേത് വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? gives light at night. gives light at night അല്ലേ? ഓക്കെ. എത്രയാമത്തെ? 4ാമത്തെ അല്ലേ? 4ാമത്തെ. യെസ്. അടുത്ത് നോക്കൂ. മൈ അങ്കിൾ, എൻ്റെ അമ്മാവൻ, ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. എന്താണ് സാധനം അവിടെ? വാൺസ് എന്ന് പറഞ്ഞാൽ ബി അല്ലേ? ബി അല്ലേ?
Watson. വാൺസ്. ടു സ്റ്റഡി മെഡിസിൻ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇനി മനസ്സിലായില്ലെങ്കിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. സെൻറ്റൻസ് എടുക്കുക, ടെൻസ് എടുക്കുക, അതിനുശേഷം ഇത് പഠിപ്പിക്കുക. എന്ത് പറയുന്നു? അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കേൾക്കട്ടെ. 11. Children are afraid of the dark. 12. How did the accident happen? 13. A pair of shoes was found near the scene of the murder yesterday. 14. The chief minister as well as 2 other ministers is visiting the place today. 15. Neither the soldier nor their commander is to be blamed. 16. The moon as well as the stars gives light at night. 17. My uncle and guardian wants me to study medicine. ആ മോള് വരും. 5 ദിവസം മോള് വരും. 11. Children are afraid of the dark. 12. How did the accident happen? 13. A pair of shoes was found near the scene of the murder yesterday. 14. The chief minister as well as 2 other ministers is visiting the place today. 15. Neither the soldiers nor their commander is to be blamed. 16. The moon as well as the stars gives light at night. 17. My uncle and guardian wants me to study medicine. 11. സരിക. ആ Children are afraid of the dark. 12. How did the accident happen? 13. A pair of shoes was found near the scene of the murder yesterday. 14. The chief minister as well as 2 other ministers is visiting the place today. 15. Neither the soldiers nor their commander is to be blamed. 16. The moon as well as the stars gives light at night. 17. My uncle and guardian wants me to study medicine. ആര്യ. 11. Children are afraid of the dark. 12. How did accident happen? 13. A pair of shoes was found near the scenes of murder yesterday. 14. The chief minister as well as 2 other ministers is visiting the place today. 15. Neither the soldier nor their commanders is to be blamed. 16. The moon as well as the stars give light at night. 17. My uncle and guardian wants me to study medicine. യെസ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യെസ് നോക്കൂ. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡാർ സ്റ്റാൻഡിങ് നിയർ ദ ഷോപ്പ്. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡാർ സ്റ്റാൻഡിങ് നിയർ ദ ഷോപ്പ്. ആറ് വരുമോ? ഈസ് വരുമോ? വേറെ വരുമോ? സ്റ്റാൻഡിങ് ING ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് ആലോചിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ ഈസ് വരും. യെസ്. അപ്പോൾ ഈസ് വരും. അതാണ് നമ്മൾ പറയേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഈസ് വരും. മനസ്സിലായോ? എ ഗ്രൂപ്പ് ഓഫ് മെൻ എന്ന് കാണാൻ നമ്മൾ ചാടി കയറി ആറിനകത്തോ അല്ലെങ്കിൽ വേറിനകത്തോ അങ്ങ് പിടിക്കും അല്ലേ? ആ അപ്പം അത് നമുക്കുള്ള ജയിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ അവർ ക്വസ്റ്റ്യൻ ഇടുന്നത്. യെസ്. ദ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഷോപ്പ്. അടുത്തത്. ദി കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ഡാഷ് ടു ബി ബ്ലെയിംഡ് ഫോർ ദ ട്രബിൾ. കണ്ടക്ടറെയോ പാസഞ്ചറെയോ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കുഴപ്പത്തിന് വേണ്ടി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ലേ എൻ്റെ അർത്ഥം? ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ഈസ് ടു ബി ബ്ലെയിംഡ് ഫോർ ദ ട്രബിൾ. ഈസ് അല്ലേ വരുന്നത് അവിടെ? ഈസാണ് ഈസാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം പഠിക്കുന്നത് ദ യൂസ് ഓഫ് ഈസ് എന്ന് പറയേണ്ടി വരും അല്ലേ. ദ പോയറ്റ് ആ കവി, ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ആ നാടകക്കാരൻ, ഡാഷ് ഡെഡ് എന്ത് ചെയ്തു? Are dead. 6 ഡെഡ്. ദി പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ആ നാടകക്കാരനും ആ കവിയും 6 ഡെഡ്, 2 പേരും മരിച്ചു അല്ലേ. യെസ്. നെയ്തർ ഓഫ് ദം അവരിൽ ആരും, നെയ്തർ ഓഫ് ദം, ദം എന്ന് പറഞ്ഞാൽ അവർ, നെയ്തർ എന്ന് പറഞ്ഞാൽ ആരും, നെയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദി പാർട്ടി, ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം. യെസ്. ഏതാ ഉപയോഗിക്കുക? വാസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. നെയ്തർ ഓഫ് ദം അവരെ ആരെയും, അങ്ങനല്ലേ. നെയ്തർ ഓഫ് ദം അപ്പോൾ എന്തു വരും? പ്ലൂറലാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ആ നെയ്തർ ഓഫ് ദം പ്ലൂറലാണ്. വാസ് ഇൻവൈറ്റഡ് ടു ദി പാർട്ടി. എ ലാർജ് ക്രൗഡ് ജനക്കൂട്ടം. ഡാഷ് എക്സ്പെക്റ്റഡ് അറ്റ് ദ ഫങ്ഷൻ, എക്സ്പെക്റ്റഡ് അവരെ പ്രതീക്ഷിച്ചു, ഒരു വലിയ കൂട്ടത്തിനെയാണ് ആ ഫങ്ഷനിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തുപയോഗിക്കും? ആർ ഉപയോഗിക്കുമോ, ഈസ് ഉപയോഗിക്കുമോ, ഹാർഡ് ഉപയോഗിക്കുമോ, അതോ വില്ല് ഉപയോഗിക്കുമോ? Is expected. ഈസ് എക്സ്പെക്റ്റഡ് പ്രതീക്ഷിച്ചു. കഴിഞ്ഞോ? ഇല്ല. പ്രസന്റ് ടെൻസിൽ വന്നാൽ ഈസ് ഉപയോഗിക്കും. യെസ്. അടുത്തത് എയ്തർ ഡാഷ് ഹാവ് കം. എയ്തർ അല്ലേ അത്? എയ്തർ ആണ്. എന്താ ഉപയോഗിക്കുക? Or എയ്തർ ഹി ഓർ ഹിസ് പേരൻസ്. അവിടെ നോക്ക്. എ ആണല്ലേ. എയ്തർ ഹി ഓർ ഹിസ് പേരൻസ്. ആ ഓർ എന്ന് ഒറ്റ സാധനം പഠിച്ചുകൊണ്ട് പോയി അവിടെ 2 എണ്ണം മാത്രം നോക്കിയാൽ മതി. എ വരുമോ ഡി വരുമോ എന്ന് അല്ലേ. എയ്തർ ഹി ഓർ ഹിസ് പേരൻറ്. എയ്തർ ഹിസ് പേരൻസ് ഓർ ഹി എന്ന് വരത്തില്ല ഒരിക്കലും. മനസ്സിലായോ? എയ്തർ ഹി ഓർ ഹിസ് പേരൻസ് ഹാവ് കം. അവനും വന്നില്ല, അവൻ്റെ രക്ഷിതാക്കളും വന്നില്ല. അവനോ അവൻ്റെ രക്ഷിതാക്കളോ വന്നില്ല എന്നല്ലേ സെൻറ്റൻസ് അല്ലേ. അതെ. അവിടെ നോക്കിയേ 24. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് എക്സിബിഷൻ. ഒത്തിരി ആൾക്കാർ എന്ത് കാണാൻ വന്നു? എക്സിബിഷൻ കാണാൻ വന്നു. ഏത് വരും? ഹാസ്, ഹാവ്, വാസ്, വേറ്. നമ്മൾ ഹാസ് എവിടെ വരുമെന്നാ പറഞ്ഞേ? ഹാസ് വരുമോ, ഹാവ് വരുമോ, വാസ് വരുമോ, വേറ് വരുമോ എന്നല്ലേ അവിടുത്തെ പ്രശ്നം. ആ ഹാസ് എവിടെ വരുമെന്നാ പറഞ്ഞേ? പ്രസന്റിൽ. ഹാവോ? അതെ. ആ പ്രസന്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ഏത് വരുമെന്നാ നോക്കേണ്ടത്? ഹാസ് വരും എന്നുള്ളത് പിന്നെ ആലോചിക്കേ വേണ്ട അല്ലേ. ഹാസ് എവിടൊക്കെയാ വരുന്നേ? ഹീ, ഷീ, ഇറ്റ് അവിടെ വരും അല്ലേ. ആ
ദേ എന്ന് പറയുന്നിടത്ത് ഹാവ് അല്ലേ വരൂ? എ ഗ്രേറ്റ് നമ്പർ ഓഫ് അതെ. പീപ്പിളിനെ ദേ എന്ന് വിളിച്ചൂടെ? ആ. ആ യെസ്. അപ്പോൾ ഹാവ് വന്നോ? How? ഓക്കെ, മനസ്സിലായോ? ആ സർ. 25 നോക്കൂ. There dash plenty of opportunities. There അവിടെ dash plenty of opportunity വളരെയധികം അവസരങ്ങളുണ്ട്. ഫോർ ദ ടാലൻറ്റഡ് പീപ്പിൾ. ആർക്ക് വേണ്ടി? ടാലൻറ്റഡ് ആയ ആൾക്ക് വേണ്ടി ആവശ്യം പോലെ അവസരങ്ങളുണ്ട്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ? യെസ്. ഏത് വരും? There are. Thereന്റെ കൂടെ ആറ് വരും. There are. പിന്നെ പ്ലെൻറ്റി അനേകം, അങ്ങനെ വന്നാലും ആറ് വരും അല്ലേ? There are plenty of opportunities for talented people. മനസ്സിലാവുന്നുണ്ടോ? ആ. അതോ ഇൻ്റർനാഷണൽ ലോ പോലെ, എൻവയോൺമെൻ്റൽ ലോ പോലെ ആണോ? ഇത്തിരി സമയത്താണെങ്കിലും മനസ്സിലാവുന്നുണ്ട് സാർ. അല്ല, ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ടെൻസ് എടുക്കാം. ടെൻസും സെൻറ്റൻസും ബേസിക് ആയിട്ട് എടുക്കാം നാളെ. അതിനുശേഷം നമുക്ക് ടെൻസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇൻറ്റു 4 3 ഗുണം 4. ആദ്യം 3 ടെൻസും പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും 4 എണ്ണവും മനസ്സിലാക്കി കഴിഞ്ഞാൽ 12 ഫോമും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാവും കേട്ടോ. ആ സർ. ഓക്കെ, വായിച്ച് കേൾക്കട്ടെ. 18. A group of men is standing near the shop. 19. The conductor as well as the passengers is to be blamed for the 20. The poet and the dramatist are dead. 21. Neither of them was invited to the party. 22. A large crowd is expected at the function. 23. Either he or his parents have come. 24. A great number of people have come to visit the exhibit. 25. There are plenty of opportunities for talented people. ശരി, കഴിഞ്ഞോ? Sir. മോള് വായിച്ചേ. 18. A group of men is standing near the shop. 19. The conductor as well as the passengers is to be blamed for the trouble. 20. The poet and the dramatist are dead. 21. Neither of them was invited to the party. 22. A large crowd is expected at the function. 23. Either he or his parents have come. 24. A great number of people have come to visit the exhibition. 25. There are plenty of opportunities for the talented people. Yes, Sarika. 18. A group of men is standing near the shop. 19. The conductor as well as the passengers is to be blamed for the trouble. 20. The poet and the dramatist are dead. 21. Neither of them was invited to the party. 22. A large crowd is expected at the function. 23. Either he or his parents have come. 24. A great number of people have come to visit the exhibition. 25. There are plenty of opportunities for the talented people. ഹരിയ എഴുതിയോ? Yes, sir. യെസ്, വായിച്ചേ കേൾക്കട്ടെ. 18. A group of men is standing near the shop. 19. The conductor as well as the passenger is to be blamed for the trouble. 20. The poet and the dramatist are dead. 21. Neither of them was invited to the party. 22. A large crowd is expected at the function. 23. Either he or his parents have come. 24. A great number of people have come to visit the exhibition. 25. There are plenty of opportunities for the talented peoples. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ?
ആ പയ്യെ തിന്ന പനയും തിന്നാമെന്നാ. നമുക്ക് കുറച്ച് എല്ലാം കൈവശമാക്കാം കേട്ടോ. ഓക്കെ. Okay, sir. ആ അത് നോക്കൂ. എയ്തർ ജോൺ, ജോണോ ഓർ ഗോപാൽ, ജോണോ ഗോപാലോ ഡാഷ് ടേക്ക് മൈ ബുക്ക്. ഒന്നുകിൽ ജോണ് പൊക്കി, അല്ലെങ്കിൽ ആര് പൊക്കി? ഗോപാല് പൊക്കി. അല്ലേ? അല്ലേ? എയ്തർ ജോൺ ഓർ ഗോപാൽ ഹാസ് ടേക്ക് മൈ ബുക്ക്. അങ്ങനല്ലേ? യെസ്. എന്തുപയോഗിക്കും? ഹാവ് ഓർ ഈസ് ഓർ ഹാസ് ഓർ വാസ്. എന്തുപയോഗിക്കും? Has. ഹാസ് ഉപയോഗിക്കും. ഹാസിൻ്റെ ഉപയോഗം നമ്മൾ പറഞ്ഞായിരുന്നോ? ആ തിയറി ഒന്ന് എടുത്ത് നോക്കിയേ. പ്രസന്റിൽ he she it ആ പ്രോപ്പർ ടൈറ്റിൽ. യെസ്. ഹാസ് എവിടെയൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു? ഹീ ഷീ ഇറ്റ് പ്രോപ്പർ നെയിമിനോടൊപ്പം അല്ലെങ്കിൽ ടൈറ്റിലിനോടൊപ്പം ഉപയോഗിക്കും. അവിടെ ഹീയും ഷീയും അല്ല, ദേ അവിടെ വന്നിട്ടില്ല. പ്രോപ്പർ നെയിമിനോടൊപ്പം ഉപയോഗിക്കും. പ്രോപ്പർ നെയിമിനോടൊപ്പം ആകുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ദി ടാളസ്റ്റ് ഓഫ് 3 ബോയ്സ്. 3 ആൺകുട്ടികളിൽ ഏറ്റവും നീളം കൂടിയത്. ഡാഷ് ടു മീ. എന്നോടൊപ്പം എന്ത് തന്നു? ലീവ് നെക്സ്റ്റ് ഡോറ്, ലീവിങ് നെക്സ്റ്റ് ഡോറ്, ലീവ്സ് നെക്സ്റ്റ് ഡോറ്, ടു ലീവിങ് നെക്സ്റ്റ് ഡോറ്. ഏത് വരും? Lives next door. ലീവ്സ് നെക്സ്റ്റ് ഡോർ. ഓക്കെ, സി വരും അല്ലേ? അടുത്തത് ദി എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഡാഷ് നോട്ട് ഈറ്റ് ഫ്ലഷ്. ദ എലിഫന്റ് ആന, അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ്, ലയണിനെ പോലെയോ ടൈഗറിനെ പോലെയോ അല്ലാതെ ഡാഷ് നോട്ട് ഈറ്റ് ഫ്ലഷ്, ഫ്ലഷ് തിന്നത്തില്ല. എലിഫന്റ് എന്ത് വരും? ഡസ് വരുമോ, ഡു വരുമോ, വാസ് വരുമോ, ഡിഡ് വരുമോ എന്നാ ചോദിക്കും. Does not eat flesh. ഡസ് നോട്ട് ഈറ്റ് മീറ്റ്. ഓക്കെ, അതും ടെൻസിൻ്റെ യൂസാണ് അല്ലേ? ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് ഫോം ഓഫ് വെർബാണ് ടെൻസ് അല്ലേ? ആണോ മക്കളെ? യെസ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് മെനി ഡാഷ് ഹീ വാസ് എ ഗുഡ് മാൻ അറ്റ് ഹേർട്ട്. അയാൾ പുറത്ത് എന്ത് കാണിച്ചാലും ശരി തന്നെ അയാൾ മനസ്സിനകത്തൊരു നല്ല മനുഷ്യനാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് ഡാഷ് ഹീ ഹാസ് എ ഗുഡ് മാൻ. അയാൾ കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളില്ലെങ്കിൽ എന്താണ്? അയാളുടെ ഗുഡ് മാനാണ് അല്ലേ? ഏതാ വരിക? ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് മെനി ഫോൾട്ട് എസ് അല്ലേ? ഫോൾട്ട്സ്, തെറ്റുകൾ. ഹി വാസ് എ ഗുഡ് മാൻ അറ്റ് ഹേർട്ട്. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അടുത്ത് നോക്കിയേ. ദ തീഫ് ടുഗദർ വിത്ത് ഹിസ് അക്കംപ്ലൈസ്. ഒരു കള്ളനും അയാൾക്കിൻ്റെ അക്കംപ്ലൈസും സഹായി, അക്കംപ്ലൈസ് സഹായം. ഡാഷ് ഇൻ ടു ദ സ്ട്രോങ് റൂം. എന്ത് ചെയ്തു? ഇൻ ടു ദ സ്ട്രോങ് റൂം, സ്ട്രോങ് റൂമിനകത്തേക്ക് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്തു?
ഹാസ് ബ്രോക്കൺ ഇൻ ടു ദ സ്ട്രോങ് റൂം അല്ലേ? Has broken. ഹാസ് ബ്രോക്കൺ ഇൻ ദ സ്ട്രോങ് റൂം. ഇന്ന് നിങ്ങൾക്കിത് പറഞ്ഞത് വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ പഠിത്തം തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസിലേക്കും പോകാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. 26. Either John or Gopal has taken my book. 27. The tallest of the three boys lives next door to me. 28. The elephant, unlike tigers and lions, does not eat flesh. 29. In spite of having many faults, he was a good man at heart. 30. The thief, together with his accomplice, has broken into the strong room. അഞ്ചു ചോദിച്ചേ കാണാമോ? 26. Either John or Gopal has taken my book. 27. The tallest of the three boys lives next door to me. 28. The elephant, unlike tigers and lions, does not eat flesh. 29. In spite of having many faults, he was a good man at heart. 30. The thief, together with his accomplice, has broken into the strong room. സരിക 26. സരിക വായിച്ചേ. 26. Either John or Gopal has taken my book. 27. The tallest of the three boys lives next door to me. 28. The elephant, unlike tigers and lions, does not eat flesh. 29. In spite of having many faults, he was a good man at heart. 30. The thief, together with his accomplice, has broken into the strong room. അരി എഴുതിയോ? എഴുതിയിട്ടുണ്ട്. വായിക്കോളെ. 26. Either John or Gopal has taken my book. 27. The tallest of the three boys lives next door to me. 28. The elephant, unlike tiger and the lion, does not eat flesh. 29. In spite of the having many faults, he was a good man at heart. 30. The thief, together with his accomplice, has broken into the strong room. യെസ്.